എന്ത് ചോദിച്ചാലും ഞാനിത് തമാശ രീതിയിൽ എടുത്തുള്ള തമാശക്കുള്ള ഉത്തരങ്ങളെ ഞാൻ പറയാറുള്ളൂ, അല്ലാതെ സീരിയസ് ആക്കാനോ അത്. എന്റെ ലൈഫില് ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടത്തരം സമയത്ത് എന്റെ ലൈഫിലോട്ട് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. മാർച്ച് അവസാനമാകുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് യുക്കായിലേക്ക് ട്രിപ്പ് പോകും. എനിക്ക് അവിടെ ഇനാഗുറേഷൻ ഉണ്ട്, കത്രിക വെച്ചിങ്ങനെ മുറിക്കാൻ കുറേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കറങ്ങിത്തിരിഞ്ഞ് നടന്നിരുന്ന രേണുസുതി മാർച്ച് അവസാനമായപ്പോഴത്തേക്ക് ദുബായിലേക്ക് പോയിരിക്കുകയാണ്. രേണുസുതി എന്തു പറ്റി? യുക്കായിലേക്ക് ആരും കയറ്റിയില്ലായോ? അല്ല പോട്ടെ, എന്തു ആയിക്കോട്ടെ. എന്താ ചെമ്പരത്തിയ റോസാപ്പൂവ അങ്ങനെ എന്തിൻ്റെയോ ഉദ്ഘാടനത്തിനാണ് രേണുസുതി ഇപ്പോൾ ദുബായിലേക്ക് പോയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്, അല്ലെങ്കിൽ രേണുസുതി പറഞ്ഞിരിക്കുന്നതേ. എന്താണെങ്കിലും രേണുസുതി പോകുന്നതിന് മുമ്പ് ചില ഓൺലൈൻ മീഡിയക്കാരോട് നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പോകാം. അതിന് മുമ്പായിട്ട് കിച്ചു ഉണ്ടല്ലോ, കിച്ചു നമ്മുടെ രേണുസുതിയുടെ മകൻ, സുധിയുടെ മകൻ അങ്ങനെ പറയുന്നതാണ് നല്ലത്. രേണുസുതി റിതപ്പ അത് മാത്രമേ ഉള്ളൂ. കിച്ചു വേറെ എവിടെയോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ രേണുസുതി തന്നെ പറയാറുണ്ട് ഭയങ്കര സ്നേഹമാണ് മോനെ, ഭയങ്കര സ്നേഹമാണെന്ന്. അപ്പം മോനോട് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ മോനും അത്രയും സ്നേഹം കാണേണ്ടതല്ലേ? എന്നാൽ മോൻ അത്ര സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, നിങ്ങൾ തന്നെ ചിന്തിച്ചോ. എന്താണെങ്കിലും മോൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമേ. എന്നിട്ട് ഈ വീഡിയോ അടിയിൽ കിച്ചു തന്നെ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട്. കമന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ദാ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോ. കിച്ചു പറയുന്നതും കേക്ക്, കിച്ചുവിന്റെ ഒരു പാട്ടും ഉണ്ട്, അതും ഒന്ന് കേട്ടോ. എന്റെ ലൈഫില് ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടത്തരം സമയത്ത് എന്റെ ലൈഫിലോട്ട് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. അതൊക്കെ ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാട്ടാ. നീ എന്റെ നിലാവാണ്, നീയില്ല നേരം ഞാൻ ഈ ഭൂമിയിൽ ഇന്നാരാവാനാണോ രാവാണ്. നീ എന്റെ നിലാവാണു, നീയില്ല നേരം ഞാൻ ഈ ഭൂമിയിൽ ഇന്നാരാവാനാണോ. അതരം എന്ന് എനിക്കൊരു മധുരക്കരും മതി പോരെ. അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ കിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇരുട്ടിലായിരുന്ന സമയത്ത് അവന്റെ ജീവിതത്തിൽ ഇച്ചിരി വെട്ടം കൊടുത്ത ഒരാള്, ആൾക്ക് വേണ്ടിയാണ് അവൻ ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞ് തുടങ്ങിയത് കൊണ്ട് തന്നെ കമന്റുകൾ ഒരുപാട് വന്നേ. അതിലെ ഒരു കമന്റിന് കിച്ചു ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ദേ നോക്കിക്കേ, അമ്മയല്ലേ രേണു ചേച്ചി, അതായത് ഇരുട്ടത്ത് കിടന്ന സമയത്ത് വെളിച്ചം കൊടുത്തത് രേണു ചേച്ചി അല്ലേ എന്ന് ഒരാള് കമന്റ് ചോദിച്ച ഉടനെ കിച്ചുവിന്റെ റിപ്ലൈ കണ്ടോ? അയ്യോ എന്നും പറഞ്ഞിട്ട് ചിരിക്കുക ആ ചെറുക്കൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, അങ്ങനെ ആരെങ്കിലും ചെയ്യുവോ? അല്ലെങ്കിൽ അവന് പറയാം അമ്മയല്ല എന്ന് പറയാം. ഇത് ചിരിച്ചോണ്ട് കൈകൂപ്പിയാ പറയുന്നത്. അയ്യോ അങ്ങനൊന്നും പറയല്ലേ. ആ ഒരു മോഡാണ് എനിക്ക് അവിടെ കിട്ടിയത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. ആ പേരൊന്നും ആരും പറയല്ലേ എന്നുള്ളൊരു മൂഡിൽ ആ ചെറുക്കൻ ഇരിക്കുന്നത്. അവൻ അങ്ങോട്ട് പോകാറുമില്ല, വല്ലപ്പോഴും ഒന്ന് പോയി കാണും, അത്രേ ഉള്ളൂ. ആർക്കാണെങ്കിലും ഏതൊരു മകനാണെങ്കിലും അവന്റെ അമ്മ ഇങ്ങനെ കിടന്ന് സോഷ്യൽ മീഡിയ, വീട്ടിൽ എന്തോ ആയിക്കോട്ടെ, വീട്ടിലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഈ കാട്ടായങ്ങളൊക്കെ കാണിക്കുമ്പോൾ നെഗറ്റീവ് റീച്ചിനാണെന്ന് അവനും അറിയാം, രേണുവിനും അറിയാം, എല്ലാവർക്കും അറിയാലോ. ഈ പരിപാടിയൊക്കെ ഈ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൈസയ്ക്ക് വേണ്ടിയാണ്, മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു ലിമിറ്റ് വിട്ടുള്ള അവരുടെ സംസാരങ്ങൾ ഇത് ഏതൊരു മകനും നാണക്കേടുണ്ടാക്കും. അത് ആ ചെറുക്കന് നല്ല രീതിയിലുണ്ട്, ഇല്ലേ? മാറ്റി നിർത്താം, കിച്ചു മാറി നിൽക്കട്ടെ. ഈ ഒരു കമന്റ് നിങ്ങൾ എല്ലാവരും ഓർത്തു വെച്ചോ. നാളെയും വന്നിട്ട് ചിലപ്പോൾ കിച്ചു ഏതെങ്കിലും മീഡിയക്കാരോടോ ഇല്ലെങ്കിൽ അവന്റെ ചാനലിലൂടെ തന്നെ പറയും, അയ്യോ അമ്മയോട് എനിക്ക് അങ്ങനൊന്നും ഇല്ല, അമ്മയുടെ ഇഷ്ടത്തിന്, അത്രേ ഉള്ളൂ. ഇത് പറയുമ്പോൾ നമ്മൾ ഈ സാധനം ഒന്ന് ഓർത്ത് വെച്ചോണം. അയ്യോ എന്നും പറഞ്ഞ് അവന്റെ ആ ഒരു നിൽപ്പുണ്ടല്ലോ, നമ്മുടെ മുഖത്തൊന്നും നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ ആ ഒരു സാധനം? അതിലല്ലേ ആ അയ്യോയിലെ ഒരു ധ്വനി അല്ലെങ്കിൽ ഒരു അർത്ഥം അതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ടേ. ഇനി നമ്മുടെ പൊന്നാര രേണു ചേച്ചി ദുബായിലേക്ക് പോകുന്നതിന് മുമ്പ് ഓൺലൈൻ മീഡിയക്കാരോട് കുറച്ച് കഥകൾ പറയുന്നുണ്ടേ, നമുക്കൊന്ന് കേട്ടു തുടങ്ങാം. മെയിനൊരു കഥ, ഈ കഴിഞ്ഞ ദിവസം ഒരാളൊരു വിമർശനം നടത്തി രേണുവിനെതിരെ. ഈ ഓൺലൈൻ മീഡിയക്കാരോട് വടയെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ.
അതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. രേണു ചേച്ചിയുടെ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയെ പറ്റിയിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഒന്ന് കേൾക്കാം നമുക്ക് എന്താണ് രേണു ചേച്ചി പറയുന്നതെന്ന്. ആനകൃഷ്ണയൊക്കെ മറികടന്ന് രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണോ? അതൊന്നും എനിക്കറിയത്തില്ല. അവരുമായിട്ട് എന്നെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, വലിയ വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ ഇപ്പോഴും സാധാരണക്കാരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതും നിൽക്കുന്നതും. അല്ല, എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇപ്പം? ഏകദേശം ഇപ്പൊ 800 സംതിങ് കഴിഞ്ഞു. 808. മഞ്ജു പത്രസിലേക്ക് പോകാം. അതിനു മുമ്പ് രേണു ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ, എടേ 808 പേരൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തിന്റെ കടിയാടേ? അല്ല, അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുക. ഈ 808 പേര്, എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും 100-300 രൂപയെങ്കിലും ആവത്തില്ല ഈ സബ്സ്ക്രിപ്ഷനൊക്കെ മാസം. ഈ 300 രൂപയും ചാർജ് ചെയ്തിട്ടിട്ട് എന്ത് കാണാനാണ് ഇവരുടെ? ഇവരുടെ എന്താ നിങ്ങൾക്കൊക്കെ കാണണ്ടേ? അല്ല, അത്രയും കോടീശ്വരന്മാരാണോ എല്ലാവരും, ഈ കേരളത്തിലുള്ളവരെല്ലാവരും? ഈ രേണുസുധിയുടെ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മാത്രം? വല്ല ന്യൂസ് ചാനലൊക്കെ കാണുന്ന പിന്നെ മനസ്സിലാക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും കോമഡിയോ അതൊക്കെ കാണുന്നത് മനസ്സിലാക്കാം. ഈ സാധനത്തിന്റെ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവര് കാശുണ്ടാക്കിക്കോട്ടെ, പാവം, വേറെ ആരും ഇല്ല, ഭർത്താവൊന്നും ഇല്ല, കാശുണ്ടാക്കട്ടെ, അതിനകത്ത് ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷെ എന്നാലും ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവന്മാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനടേ? ഫോൺ റീചാർജ് ചെയ്യാനാവത്തില്ലടേ 10, 300 രൂപ, 400 രൂപ ഒരു മാസത്തേക്ക്. അതുകൂടാതെ പിന്നെ രേണു ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ. അല്ല, നിങ്ങളുടെയൊക്കെ ഇഷ്ടം, ഇത് ചെയ്യുന്നവരുടെയൊക്കെ ഇഷ്ടം, ഞാൻ അതിനകത്തൊന്നും പറയാൻ ആളല്ല. പക്ഷെ എന്നാലും ഒരു സംശയം, ഇത്രയൊക്കെ പൈസ കളഞ്ഞ് ഇതിന്റെ എന്തൊട്ട് കാണാനാടേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറ, എന്തൊട്ടാ ഇതിന്റെ കാണാനുള്ളത്? ഇതിന് മാത്രം എന്ത് കാണാൻ ഈ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത്? അല്ലെങ്കിൽ തന്നെ ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോൾ ഉള്ളതെല്ലാം ഛർദ്ദിച്ച് വിടുന്നുണ്ട്. അതുകൂടാതെ ഈ സബ്സ്ക്രൈബ്, എൻ്റെ പൊന്നെ. ഇനി മഞ്ജു പത്രോസ്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവർ പറഞ്ഞ് നമുക്ക് ഓൾറെഡി ഞാൻ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ്. അവർ റൈറ്റിംഗ് എഴുതിയിട്ടുണ്ടായിരുന്നു, അതിനകത്ത് പറയുന്നുണ്ട് രേണുസുധിയുടെ പേര് വീട്, ഞാൻ അതിനകത്തോട്ട് പോകുന്നില്ല. പറയുന്നുണ്ട് കൊടുത്തത് രേണുവിനാന്ന് എല്ലാവർക്കും അറിയാം, ഇല്ലേ? അവർ പറഞ്ഞതിനകത്ത് നമുക്ക് തെറ്റൊന്നും തോന്നുന്നില്ല. ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവരിങ്ങനെ ക്യാമറയും കൊണ്ട് പോയി വീഡിയോ എടുക്കുന്നതും, അവരോട് അവർ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പം പറയാം, ഇല്ലെങ്കിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വിളിച്ചാണെങ്കിലും പറയാം. ഇവർക്കൊക്കെ ആക്സസ് ഉണ്ട് ഓൺലൈൻ മീഡിയാസിനെ. രേണുവിന്റെ കാറിലും രേണുവിന്റെ എവിടെയൊക്കെയാ ഓൺലൈൻ മീഡിയക്കാരില്ലാത്തത്? വീട്ടിനകത്തും അടുക്കളയിലും. അപ്പൊ ഇവർക്ക് എന്താണെങ്കിലും കോണ്ടാക്ട് കാണും. ഇങ്ങനെയുള്ളൊരു സാധനമൊക്കെ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വിളിച്ചു പറഞ്ഞ് അവർക്ക് അത് കളയിക്കാം. അവരത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മഞ്ജു പത്രോസ് പറഞ്ഞതിനകത്ത് എനിക്ക് തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. അവർ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഓൺലൈൻ മീഡിയക്കാരെ ഇവരെ പോലുള്ള ആളുകളാണ് നശിപ്പിക്കുന്നത്. ഇതൊന്ന് കേട്ടു നോക്കിയാൽ അവരിപ്പോഴും ന്യായീകരിക്കുക. നിങ്ങളത് കേട്ടോണേ. എന്താണ് മറുപടി പറയാനുള്ളത്? അവര് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാല്, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിരിച്ച് അല്ലേ, അതല്ലേ അവര് ഒരിക്കലും ഇല്ല. ഞാൻ അതാണ് അതിനുള്ള ആൻസറാണ്. ഇപ്പൊ നിങ്ങൾ പലരും, എല്ലാരും ഒന്നുമില്ല, പലരും എന്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, കാണുമ്പോൾ ആ സ്നേഹവും കാര്യങ്ങളും എന്നും അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളവരുണ്ട്. അപ്പം ആ ഒരു ഇതിൽ ഞാനത് നിസ്സാരമായിട്ട് കണ്ട് ചിരിച്ച് തള്ളുന്നു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് തമാശയായിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നുള്ളൂ, അല്ലാതെ അത് വലിയ പ്രോത്സാഹിപ്പിക്കുക അത് എന്ത് എനിക്കറിയില്ല. അതുപോലെ ഇപ്പം ആ ചേച്ചി ഒരു ടാറ്റു അടിച്ച് അവര് സോഷ്യൽ മീഡിയയിലൊക്കെ കാണിച്ചായിരുന്നു, അതുപോലെ ആ വീഡിയോ കാണിച്ചു. അവരുടെ ഡ്രസ്സിങ് ഞാൻ ഇതിനകത്തൊന്നും ഇടപെടുന്നില്ലല്ലോ, ഞാനൊന്നും പറയുന്നുമില്ല. പിന്നെ ഇവരൊക്കെ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് എനിക്കറിയില്ല. പൊന്നാറ ചേച്ചി, നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ലേ ഡെയിലി എല്ലാവരും എൻ്റെ കാര്യത്തിൽ ഇടപെടണം, എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അപരാധിക്കണം, എന്നാലേ എനിക്ക് റീച്ചുള്ളൂ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ വലിയ കഥ പറയല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സാണ് ഓൺലൈൻ മീഡിയക്കാരോ ഒക്കെ, ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങൾ സംസാരിച്ചോ, വടയുടെയോ തുള ഇല്ലാത്ത വടയുടെയോ തുള ഉള്ള വടയുടെയോ ഇനി പരിപ്പുവടയുടെയോ എന്തിന്റെ കാര്യം വേണമെങ്കിലും പറ. പക്ഷെ ഇത് ഇങ്ങനെ നിന്ന് അവരെടുത്തോണ്ടിരിക്കുമ്പം അല്ല പറയേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും സംസാരിക്കുന്ന ഒരിക്കലും നാട്ടുകാരെ കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അതാ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാട്ടുകാർ തെറി പറയുന്നത്. പിടികിട്ടിയല്ലോ. അതുകൊണ്ടാണ് സിനിമയിലും സീരിയലിലും ഉള്ള ആളുകൾ പോലും നിങ്ങളെ വിമർശിക്കുന്നത്. ഒരാൾ പോലും പറയുന്ന ആൾക്കാരുണ്ട്, അവരെ അവരുടെ വഴിക്ക് വിടും, അവർ ജീവിച്ചോട്ടെ. നമ്മളും അത് പറയുന്നുണ്ട്, നിങ്ങളെ വഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. സബ്സ്ക്രിപ്ഷനോ എന്ത് മാങ്ങാണ്ടി
ഈ കുത്താൻ പോകുന്നവന്മാരോടെ നമുക്ക് ചോദിക്കാനുള്ളൂ, ഒരു പണി ഇല്ലേടേന്ന് ഈ കാശ് കളയാനായിട്ട്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തും നിങ്ങൾ ജീവിക്കട്ടെ. പക്ഷെ ഈ വന്നിട്ട് ഒരുമാതിരി ബബ്ബ വർത്താനം പറയുന്നുണ്ടല്ലോ, അത് കേൾക്കുമ്പോഴാണ് ചേച്ചി ചൊറിഞ്ഞു വരുന്നത് മൊത്തത്തിൽ അങ്ങോട്ട്, കാലിന്റെ അടിയിൽ അങ്ങോട്ട്. എല്ലാരും എന്താ പൊട്ടന്മാരാണെന്നാണോ നിങ്ങളെ വിചാരം? ബാക്കി കേട്ടോ അവരുടെ വടക്കഥ. അവരെന്റെ പേര് പറഞ്ഞായിരുന്നോ ചേട്ടാ? എനിക്ക് അറിയത്തില്ല, ഞാനത് കേട്ടില്ല. എന്റെ പേര് പറഞ്ഞെന്നും പറയുന്നു, അല്ല പറഞ്ഞില്ല എന്നും പറയുന്നു, പക്ഷെ എന്നെ പറ്റിയാണ് പറഞ്ഞെന്നാണ് പറയുന്നത്. ശരിക്കും രേണുസുധിയോട് ലൈംഗിക ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ മീഡിയയുടെ സൈഡിൽ നിന്ന്? ഞാൻ പറയട്ടെ, എനിക്ക് ഈ ഒട്ടുമിക്ക മീഡിയക്കാരും എനിക്ക് തോന്നുന്നു എന്റെ സുഹൃത്തുക്കളും ഞാൻ അങ്ങനെയാണ് അവരെ കാണുന്നത്. ഞാൻ അങ്ങനെയാ, എനിക്ക് മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് അങ്ങനെ ഒരു സ്വഭാവമില്ല. പിന്നെ അത് തന്നെയല്ല, ഞാൻ അങ്ങനെ ചോദിച്ചെന്നൊന്നും ഞാൻ ഇന്നുവരെ എങ്ങും പറഞ്ഞിട്ടുമില്ല. പിന്നെ അവര് എന്താ പറയാ, എന്ത് ചോദിച്ചാലും ഞാനിത് തമാശ രീതിയിൽ എടുത്തുള്ള തമാശക്കുള്ള ഉത്തരങ്ങളെ ഞാൻ പറയാറുള്ളൂ, അല്ലാതെ സീരിയസ് ആക്കാനോ അത് വലിയ വിഷയമാക്കാനോ ഒന്നും ഞാൻ ഇന്നുവരെ വന്നിട്ടില്ല. തമാശ രീതിയിൽ രേണുസുധി, തമാശ രീതിയിൽ ഇവന്മാര് വേറെ എന്തെങ്കിലും ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു മീഡിയക്കാരൻ രേണു ചേച്ചി ചൈച്ചത്ര രേണു ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമാശ രീതിയിൽ രേണുസുധി അതും പറഞ്ഞു കൊടുക്കുമോ? അല്ല, അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. എന്തിനെ ഇവര് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഞാൻ അങ്ങനൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവര് തന്നെ ഇവര് പറയുന്നുണ്ട് അടുത്ത മൊമെന്റിൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, തമാശ രീതിയിൽ അങ്ങ് പറഞ്ഞു വിടുന്നതാണ്. സുഹൃത്തുക്കളുടെ ഇടയിൽ നിൽക്കണം തമാശകൾ, മനസ്സിലായോ? അത് നാട്ടുകാരെ കാണിക്കാനായിട്ട് ഇട്ടങ്ങ് പബ്ലിസിറ്റിക്കും ഉപയോഗിക്കുന്നത് തെമ്മാടിത്തരം തന്നെ രേണുസുധി. അതിനകത്ത് നിന്ന് കഥ പറയരുത്, ന്യായീകരിക്കാൻ വരരുത്, മനസ്സിലായില്ലേ? ബോധം വിവരമുള്ളവർ നല്ല രീതിയിൽ. ഈ മഞ്ജു പത്രോസിന്റെ ടാറ്റുവിന്റെ കേസ്, അവരവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അവരൊരു ടാറ്റു ചെയ്തപ്പോൾ അത് അവരെന്നല്ല എല്ലാവരും വയറിലടിക്കുന്നതും കാലിലടിക്കുന്നതും തൊലയടിക്കുന്നതും തൊടയിലടിക്കുന്നതും ഉൾപ്പെടെ, തൊടയല്ലേ രേണുസുധി, തൊട അടിക്കുന്നതും കാണിക്കാറുണ്ട്. നിങ്ങളും കാണിച്ചോ? ഉടനെ ഏതെങ്കിലും ഒരു മീഡിയക്കാരൻ വരുമ്പോൾ അഴിച്ചങ്ങോട്ട് ദേ ചേട്ടാ ദേ നിൽക്കുന്നു, ദേ ടാറ്റു. അങ്ങനല്ല. ഇല്ലെങ്കിൽ ചേച്ചിയുടെ വട എങ്ങനെയാ ചേച്ചി വട ഇതും ചോദിച്ചോണ്ട് വരും. ആ വട എന്റെ വട, അയ്യോ ഞാൻ മാറ്റി വെക്കട്ടെ. ഇത് തെമ്മാടിത്തരം, മനസ്സിലായോ? ബാക്കി കേൾക്കാം. അടുത്തൊരു സാധനം വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, പൈസ ഉണ്ടാക്കിയാലേ ചെയ്യാം എന്ന് പറഞ്ഞ് കോടികൾ ഉണ്ടാക്കാൻ അങ്ങനല്ല. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് എന്താണ് അറിയുന്നത്, നമ്മൾ കലാപരമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, സെലിബ്രിറ്റികൾ അല്ലാത്തവരും ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നില്ല, അവർ പൈസ ഉണ്ടാക്കുന്നില്ലേ? അതിനിപ്പം ഞാൻ ഇത് എടുത്തപ്പോഴാണ് ഇത് ഇത്ര വലിയ പ്രശ്നമായതും വലിയ വിവാദമായതും. ഒരുപാട് പേര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലേ? അവരുടെ ഒന്നും ഒരു ഫോട്ടോസ് ലീക്ക് ആകുന്നുമില്ല, ഒരു പ്രശ്നം. ഇതിനകത്ത് ഞാൻ എന്താ പറയാൻ എനിക്കറിയില്ല. രേണുസുധി, നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കോ, ഞാനൊന്നും പറയാനില്ല ഇതിനകത്ത്. പിന്നെ ഇവർ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ട് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാർക്ക് മാത്രം വേണ്ടി കാണാനിടുന്ന ഫോട്ടോകളൊക്കെ അത് പുറത്തേക്ക് ആരൊക്കെയോ എടുത്തിടുന്നു എന്ന് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ രേണുസുധി, അത് നിങ്ങളോട് ആര് ചെയ്യുന്നുണ്ടെങ്കിലും തെണ്ടിത്തരം തന്നെ. അതിനോട് നമ്മൾ യോജിക്കുന്നില്ല. എനിക്കറിയത്തില്ല, ഞാൻ ആരും അങ്ങനെ എടുത്തിട്ടതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയത്തില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന്. പക്ഷെ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ കാശിന് വേണ്ടി കാണിച്ചു കൊടുക്കുന്നതല്ലേ, അത് നിങ്ങൾ മാത്രം കാണിച്ചാൽ മതി. അതെല്ലാവരും കൂടെ എടുത്ത് ഈ ഷെയറും ചെയ്ത് ലൈക്കും ചെയ്ത് അത് ഞാൻ യോജിക്കുന്നില്ല എന്താണെങ്കിലും. പക്ഷെ രേണുസുധി അപ്പോഴൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇടയ്ക്ക് രേണുസുധി തന്നെ ഓൺലൈൻ മീഡിയക്കാരോട് ചോദിക്കുക, പൊട്ടന്മാരാണോ ഈ നാട്ടിലുള്ളവന്മാര്? മണ്ടന്മാരാണോ ഇങ്ങനെ കാശും തന്നിട്ട് എൻ്റെനകത്ത് കയറിയിരുന്ന് ഇങ്ങനെ കാണാൻ? എന്നും കൂടെ ഒന്ന് ചോദിക്കരേണു. പൈസ എല്ലാവർക്കും വേണം. ഈ നിങ്ങൾക്ക് കുത്തി ഈ കാശ് അവർക്ക് പൈസ വേണ്ടേ? എന്താണ് ഇത്? ഇതിന്റെയൊക്കെ എന്ത് അടുത്തൊരെണ്ണം കൂടെ പൈസ ഉണ്ടാക്കുന്നത് തെറ്റായ രീതിയിൽ തെറ്റാണോ? നമ്മൾ പൈസ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ പൈസ ഇല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിലേ ഉള്ള ആൾക്കാരും എല്ലാവരും. പൈസ ഇല്ലെങ്കിൽ ഞാനൊക്കെ അനുഭവിച്ചതാണ് കുറെ. സുധിച്ചേട്ടനുള്ള സമയത്ത് ആ മറ്റേ ലോക്ക്ഡൌൺ ടൈമിൽ ഞാൻ അനുഭവിച്ചതാണ്. ചേട്ടനും ഞാനും ഒക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു കടം വിഷയം വന്നിട്ട് സുധിച്ച ആ ഒറ്റപ്പെടലിന് ഇത്രത്തോളം ആയില്ലേ. അപ്പൊ അതിന് ഈ കുശുമ്പ് കയറി അത് ഇത് പറയുന്നതിന് ഭേദം മര്യാദയ്ക്ക് അവരവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി. ഞാനൊരു കണ്ടന്റാണ് ഇവർക്ക്. ഈ ഇപ്പം ബ്ലോഗേഴ്സിനാണേലും നെഗറ്റീവ് ബ്ലോഗേഴ്സ് മീൻസ് കുറച്ച് പേരേ ഉള്ളൂ, പേരുകൾ തന്നെ 2 പേരേ ഉള്ളൂ. അവര് റിയാക്ഷൻ വീഡിയോ ഇടുന്ന അവർക്ക് ഇപ്പൊ അവർക്ക് ഓരോ ദിവസം കണ്ടന്റാണ്. അതായത് ഞാൻ സബിൽ ഇടുന്നുണ്ട് പിക്ക്, അപ്പൊ അവർക്ക് ഓരോ ദിവസം കണ്ടന്റാണ്. ഇന്ന് ഞാൻ ഒരു പിക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു. വ്ളോഗേഴ്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തട്ടിക്കോളാൻ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്.
നമ്മളെ ഡെയിലി രേണുസുധീനെ വെച്ചിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അത് രേണുസുധി ഒന്ന് എവിടെയെങ്കിലും വെച്ച് വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോണം. നമ്മൾ ചെയ്യാറില്ല, അതിന്റെ ആവശ്യമില്ല. കണ്ടന്റ് ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കും, അത്രേ ഉള്ളൂ. ഇന്നലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. നിങ്ങളുടെ തന്നെ എന്തെങ്കിലും അപരാധങ്ങൾ നിങ്ങളായിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് തള്ളുമ്പോഴത്തേക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിൽ പോയി കുത്തിയിരുന്ന് നിങ്ങളിടുന്ന എല്ലാ വീഡിയോ എടുത്ത് കുത്താനൊന്നും താല്പര്യമില്ല. പിടികിട്ടിയോ? അതിന്റെ ആവശ്യമില്ല. ചാനലിന് മാനക്കേടാണെന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്, ഉള്ള കാര്യം പറയാലോ. പിന്നെ ഗതി കെട്ട് ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോഴത്തേക്ക് പിന്നെ മിണ്ടാതിരിക്കാൻ തോന്നത്തില്ല. പിടികിട്ടിയോ? പ്രത്യേകിച്ച് നിങ്ങളുടെ മകൻ, നിങ്ങൾ ഭയങ്കര സ്നേഹതുല്യനാണെന്നൊക്കെ പറയുന്ന നിങ്ങളുടെ മകൻ, അവൻ ഈ ഒരു സാധനം, ഈ ഒരു കമന്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. ഇനിയും കുറെ എന്തൊക്കെയോ അപരാധങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കുന്നില്ല, വയ്യ, നിങ്ങളെ വെറുപ്പിക്കാൻ വയ്യ. പക്ഷെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, ഈ രേണുസുധിയുടെ അഭിനയം കുറെ കാര്യങ്ങളിൽ അത് ചെറിയ രീതിയിൽ അവിടെ ഇവിടെയായിട്ട് പൊളിയുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മകൻ കിച്ചുവിന്റെ ആ ഒരൊറ്റ കമന്റ്. അയ്യോ, അതിനകത്ത് മനസ്സിലാക്കാം നമുക്ക്, ഇല്ലേ? ഞാൻ ഈ പറഞ്ഞ മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.